നമ്മൾ പോകുന്നത് അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ, എന്നാലോ തീരെ തിരക്കൊന്നുമില്ലാത്ത ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രം ഡെയിലി വരുന്ന ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. അതാണ് നമ്മളെ മുതലമട റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് ജില്ലയിലെ ഏകദേശം ഒരു മൂലക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഡെയിലി രാവിലെയും വൈകുന്നേരമായിട്ട് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമാണ് ഇതിലെ പാസ് ചെയ്യുന്നത്. ഏതോ ഒരു വണ്ടിക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഉള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ കുറെ സിനിമകളൊക്കെ നടന്നിരിക്കുന്നത്. വെട്ടം, മമ്മൂട്ടിയുടെ മേഘന്റെ സിനിമയൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റി കാണാം. അപ്പോൾ എല്ലാവരും വരൂ. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു വൈബട്ടോ. ഇന്ന് വരാനുള്ളത് രാത്രി 8 മണിക്കാണ്. അപ്പോൾ ഇവിടെ അത്ര ആൾക്കാരുണ്ട്, ആരില്ല. കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നമുക്ക്. പക്ഷെ ഇവിടെ കയറിയൊരു വൈബാ. ഇവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാം. പക്ഷെ അല്ലേ വെയിലായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് മൂവി ചെയ്തിട്ടേ കാണും. ഷൂട്ട് ചെയ്ത് ഫോട്ടോ ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ. ആൽമരത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ കൈ നല്ല വൈബാട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ട്രെയിനും പോകുന്നില്ല, ഇവിടെ തിരക്കില്ല. ട്രെയിനൊക്കെ പോകുന്നവരൊക്കെ എന്ത് തിരക്കാ, ഇങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ മൈക്കിനൊക്കെ എഴുതിയേക്കുന്ന പേര്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഫോളോയും ചെയ്യുക, ബെല്ലൈക്കൺ നെക്കി പൊട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പുതിയ ബ്ലോഗർ പയ്യനൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കല്ലേ ഏതായാലും. അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് മൂവികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെ വെട്ട മൂവിയുടെ ഒക്കെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഇവിടുത്തെ ആൽമരത്തിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ അതിൻ്റെ ഇവിടുത്തെ ഭംഗി കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അതിനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളും വന്നിട്ടില്ല, നമ്മൾ ഒരുപാട് ദൂരം നിന്ന് വന്നാണല്ലോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ എത്രയോ ഓടിക്കോ ഒന്നൊക്കെ ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണിട്ടത്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും പാലക്കാട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി ഒന്ന് കാണട്ടോ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴികളും ഒക്കെ കേട്ടോ അടിപൊളി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഒരു വൈബ് തന്നെയാണ് അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ, നല്ല വ്യൂ ആണ്. തീരെ തിരക്കില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്രയും ഭംഗിയോടുകൂടി നിലനിർത്താൻ സാധിക്കുന്നതിൽ ഏതായാലും നമ്മളൊക്കെ ഒന്ന് ഇതിലൊക്കെ ഒന്ന് കറങ്ങട്ടെ. കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ കുറേ സമയത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു 4:30 വണ്ടി ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടാകുന്നൊരു വണ്ടി വരാണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, പറ്റെങ്കിലൊന്ന് കാണാം. ഈ ട്രെയിൻ പോകുന്നതും വരുന്നതും ഒക്കെ ഒരു രസമല്ല. ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണ്, നല്ല ജസ്റ്റ് ആ ഒരു വണ്ടി വരുന്നൊരു ഇത് കാണാമല്ലോ, വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇനി വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇരിപ്പിടങ്ങളൊക്കെ കാലിയാണ്, ആരുമില്ല. കുറച്ച് ആൾക്കാർ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സേവ് ദി ഡേറ്റ് അതേപോലെ അടിപൊളി റീൽസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോട്ടാണല്ലോ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് അതിനു വേണ്ടി മാത്രം. അപ്പോൾ ഫൈനലി ആ ട്രെയിൻ വരികയാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യാമറ മുമ്പിൽ അപ്പം നമ്മളപ്പോൾ കുരിപ്പൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏതായാലും ട്രെയിൻ കാണുമ്പോൾ
സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.